ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഓവറോൾ ട്രെൻഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 2024-2025 വെച്ച് നോക്കുമ്പോൾ SPA ഡൽഹിയും SPA ഭോപ്പാലും കട്ട് ഓഫ് കുറച്ചും കൂടി ഹയർ ആയിരിക്കുകയാണ്, എസ്പെഷ്യലി OBC ആൻഡ് SC കാറ്റഗറീസിലൊക്കെ. അപ്പോൾ ഹയർ ഡിമാൻഡ് ആൻഡ് പോസിബിലിറ്റി ബെറ്റർ അവയർനെസ് എമംഗ് റിസർവ്ഡ് കാറ്റഗറി ആയിരിക്കാം ഇതിനൊരു റീസൺ. NITs പലതും പല വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ NITസും ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും NIT കാലിക്കറ്റ് ആൻഡ് NIT ട്രിച്ചി ട്രെൻഡിങ്ങിൽ വളരെ ടോപ്പായി തന്നെ നിൽക്കുന്നു. ഹൈലി കോമ്പറ്റീറ്റീവ് റാങ്കിങ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ജനറലൈസ് ആയിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ജനറൽ ട്രെൻഡ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇൻഡിവിജ്വലി പറയുകയാണെങ്കിൽ NIT കാലിക്കറ്റിൽ ജനറൽ കാറ്റഗറി ക്ലോസിംഗ് റാങ്ക് 2024 210 ഇപ്പോൾ 208 കുറച്ചും കൂടി കോമ്പറ്റീഷനായി. OBC റാങ്ക് 90 വരെ പോയിരുന്നത് ഇത്തവണ 77 SC കാറ്റഗറി റാങ്ക് 200 ഉള്ളത് 161 അവിടെയൊക്കെ കട്ട് ഓഫ് കൂടിയിരിക്കുകയാണ് NIT കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ അടുത്തത് NIT ഭോപ്പാൽ വരുമ്പോൾ 2300 വരെ വന്നത് 2157 വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ OBC റാങ്ക് വരുമ്പോൾ 2600 എന്നുള്ളത് 2482 അതുപോലെ SC കാറ്റഗറി റാങ്ക് 690 വന്നിട്ടുള്ളത് 661 ഓക്കെ. അപ്പോൾ ജനറലായിട്ടൊന്ന് പറഞ്ഞോളാം. ഇനിയിപ്പോൾ നമ്മൾ വളരെയധികം നോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കോളേജാണ് നമ്മുടെ SPAs, എസ്പെഷ്യലി SPA ഡൽഹി, SPA ഭോപ്പാൽ, SPA വിജയവാഡ. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പോൾ SPA ഡൽഹിയിൽ ജനറൽ കാറ്റഗറി റാങ്ക് 158 ക്ലോസിംഗ് ആയി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ SPA ഡൽഹിയിൽ OBC റാങ്ക് 159, SC കാറ്റഗറി റാങ്ക് 43. വിജയവാഡയിൽ വരുമ്പോൾ ജനറൽ കാറ്റഗറി റാങ്ക് 478, OBC 281, SC 184 ഓക്കെ. അതുപോലെ തന്നെ SPA NIT ട്രിച്ചിയിൽ വരുമ്പോൾ ജനറൽ കാറ്റഗറി റാങ്ക് 276 വരുന്നത്, OBC റാങ്ക് 151 വരുന്നത്, SC കാറ്റഗറി റാങ്ക് 115 വരുന്നത് ഓക്കെ. ലാസ്റ്റ് നമുക്ക് SPA വിജയവാഡയിലേക്ക് വരുമ്പോൾ SPA വിജയവാഡ സൗത്ത് ഇന്ത്യയിലത്തെ ഏക SPA ആണ്. അപ്പോൾ ആ ഒരു രീതിയിലും അവിടെ കുറച്ച് ട്രെൻഡ് കയറി നിൽക്കും. ജനറൽ കാറ്റഗറി റാങ്ക് 478 വരുന്നത്, OBC റാങ്ക് 281 വരുന്നത്, SC കാറ്റഗറി റാങ്ക് വരുന്നത് 184 വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ട്രെൻഡ് ഇൻക്രീസ് ചെയ്തിട്ടായിട്ടുള്ള കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അത് മാത്രമല്ല മറ്റെവിടെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ആയിട്ടില്ല. ലൈക്ക് ഹോം ടൗൺസിലുള്ള ബെറ്റർ കോളേജസ് ഉണ്ടായിരിക്കാം. പിന്നെ ബെറ്റർ കോളേജ് അല്ലെങ്കിലും ചിലർ ഹോം ടൗൺ പ്രിഫർ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. അതുപോലെ തന്നെ സെപ്റ്റ് അഹമ്മദാബാദ്, JJ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജാമിയ മില്ലിയ, ഇത്തരം ടോപ്പായിട്ട് വരുന്ന BRK കോളേജസിലൊന്നും തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ അലോട്ട്മെൻറ്റിന് കുറച്ച് ബാക്കിലേക്കുള്ള കുട്ടികൾക്ക് പോലും സാധ്യത വരുന്ന കാര്യങ്ങളാണ് ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങൾ അറിയാനും കൂടുതൽ അപ്ഡേറ്റ്സ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്